വീട്ടിൽ സ്വാതന്ത്ര്യമില്ലെന്ന പേരിൽ തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. കുറ്റമേറ്റു പറഞ്ഞ യുവാവ് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ നമസ്കാരം, നമ്മുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു 2025 പറഞ്ഞ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകൾ നോക്കാൻ തന്നെ പേടിയാവുകയാണ്. വേറെ ഒന്നല്ല, എവിടെ നോക്കിയാലും കൊലപാതകവും പീഡനം അതേപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 2025 പറഞ്ഞ് ഇപ്പോൾ ഒരു ജനുവരി കഴിഞ്ഞപ്പോൾ ഫെബ്രുവരിയിലേക്ക് കടന്നിട്ടുള്ളൂ. എത്ര കേസുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്? എത്ര കേസുകൾ. ചെന്താമര കേസ്, പിന്നെ ഒരു സഹോദരിയും സഹോദരനും തമ്മിലുള്ള വഴിവിട്ട ബന്ധം, പിന്നെ അവിഹിതം, കൊലപാതകങ്ങൾ ഒരുപാട്, ആക്രമണം, എത്ര കേസുകൾ. ഇപ്പോൾ പുതിയൊരു കേസ് നമ്മുടെ തിരുവനന്തപുരം വെള്ളറടയിൽ സ്വന്തം മകൻ അച്ഛൻ്റെ കഴുത്തറുത്ത് കൊന്നു. എന്താല്ലേ നമ്മുടെ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അതാണ് എൻ്റെ ചോദ്യം. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? ഉള്ള കള്ളും കഞ്ചാവൊക്കെ വലിച്ച് കയറ്റി സ്വന്തം അച്ഛനെയും അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാതെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന യുവതലമുറകളോടാണ് എൻ്റെ ചോദ്യം. എങ്ങോട്ടാണ് നമ്മുടെ നാടിൻ്റെ പോക്ക്? സ്വന്തം അച്ഛൻ്റെ കഴുത്തിൽ കത്തി വയ്ക്കുക, ഇതൊക്കെ എങ്ങനെ തോന്നുന്നു? ഞാൻ പറയില്ലേ, കള്ള് കഞ്ചാവ് അതുപോലുള്ള മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ചില ആളുകൾ, യുവതലമുറ എന്ന് മാത്രമല്ല, ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് പലതും തോന്നും. ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പലതും തോന്നും. അച്ഛനെ തിരിച്ചറിയാൻ പറ്റില്ല, അമ്മയെ തിരിച്ചറിയാൻ പറ്റത്തില്ല, പെങ്ങന്മാരെ തിരിച്ചറിയാൻ പറ്റത്തില്ല, സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ തോന്നിയത് അങ്ങോട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വ്യക്തി, ഈ വെള്ളറടയിൽ ഈ ഒരു മകൻ അച്ഛനെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അച്ഛനെ കൊലപ്പെടുത്തി. എത്ര സിമ്പിളായിട്ടാണ് അവൻ ചെയ്തിരിക്കുന്നത്. അവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവൻ കൊലപ്പെടുത്തി. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അച്ഛന്മാർ നമ്മളെ എത്ര വഴക്ക് പറഞ്ഞ് തല്ലിയിട്ടൊക്കെയാണ് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത്. ആ ഒരു കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര അച്ഛന്മാരെ കൊല്ലേണ്ട സമയം കഴിഞ്ഞ്. അന്നൊക്കെ നമുക്ക് അച്ഛന്മാരെ മുഖത്തോട് നോക്കാൻ വരെ പേടിയാണ്. അച്ഛന്മാർ വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യും കാലൊക്കെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അന്നൊക്കെ അച്ഛനോടുള്ളൊരു പേടി, ബഹുമാനം അതൊന്നില്ല. അച്ഛനോടായാലും അമ്മയോടായാലും ബഹുമാനിക്കേണ്ടവരോടായാലും. നമ്മളൊരു വീഡിയോ കണ്ടിരുന്നു, ഒരു സ്കൂൾ കുട്ടി ഒരു അധ്യാപകൻ്റെ അടുത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്, ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാൻ അധ്യാപകന് സമ്മതിക്കില്ല. ഇന്നതല്ല കാലം. ഇന്നത്തെ കാലങ്ങളൊക്കെ മാറി. ഇന്നിപ്പോൾ അച്ഛൻ പറയില്ലേ, ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയില്ല. എങ്ങനെയെങ്കിലും മുന്നോട്ട് പോവുക. ഈ ലഹരിയൊക്കെ അടിച്ചേറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്തയെ മനസ്സിലാവില്ല, അമ്മയെ മനസ്സിലാവില്ല, ഈ പെങ്ങന്മാരെ മനസ്സിലാവില്ല, അധ്യാപകരെ മനസ്സിലാവില്ല. ഇപ്പോൾ ഈ ഒരു വ്യക്തി എന്തിന് അച്ഛനെ കൊന്നു? സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല, സിമ്പിളായിട്ട് കൊന്നു. നമ്മുടെ നാട്ടിലത്തെ നിയമങ്ങൾ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇനിയും വഷളാവത്തേയുള്ളൂ. ആർക്കും നിയമത്തെ പേടിയില്ല. ഇപ്പോൾ ചെന്താമര എന്ന് പറയുന്ന വ്യക്തി 2 പേരെയാണ് കൊലപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്പോഴും കൂളായിട്ട് നടക്കുന്നു, ഒരു ഭയവുമില്ല. കാരണം എന്തുകൊണ്ടാണ്? അയാൾക്കറിയാം എന്ത് സംഭവിക്കും. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിൻകര കോടതി കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രീഷ്മയുടെ വക്കീൽ നേരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകുന്നു. ഈ ഒരു വധശിക്ഷ എന്ന് പറയുന്നത് വെട്ടിക്കുറച്ച് ജീവപര്യന്തമാക്കി കൊടുക്കുന്നു. നമ്മുടെ നിയമം മാറേണ്ട സമയമായിരിക്കുന്നു. ഇത്തരം ആൾക്കാരെ, ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ഒന്നില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ തല വെട്ടിക്കളയുക. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതികഠിനമായ രീതിയിൽ ശിക്ഷകൾ നടപ്പാക്കുക. ഒരു ജയിലിട്ട് കഴിഞ്ഞാൽ നിവർന്ന് കിടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ജയിലിലൊക്കെ, കാരാഗൃഹത്തിലൊക്കെ, പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ കാരാഗൃഹം, അതേപോലുള്ള ജയിലിലൊക്കെ ഇട്ട് അവരനുഭവിപ്പിക്കണം. ഇതങ്ങനെയല്ലല്ലോ. ജയിലിൽ കൊണ്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മട്ടൻ, ചിക്കൻ, മീൻ നമ്മുടെ നാട്ടിൽ കിട്ടും. ഇതേപോലെ നാട്ടിൽ കിട്ടും. ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി കൊഴുപ്പിച്ച് അങ്ങ് പുറത്തേക്ക് ഇറക്കും. ഇപ്പോൾ ഈ പറയുന്ന ഈ വെള്ളറടയിൽ അച്ഛനെ കൊന്ന ഈ ഒരു മകൻ, അവൻ്റെ മാനസിക നില ഒന്ന് പരിശോധിക്കണം. അതേപോലെ തന്നെ അവൻ ഡ്രഗിന് അഡിക്റ്റ് ആണോ എന്ന് നോക്കുകയും വേണം.
ഇപ്പോൾ ഇനി അവൻ മാനസിക നില തെറ്റിയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിയമത്തിൽ നിരവധി പഴുതുകളുണ്ട്. മനസ്സിലായില്ലേ? നിരവധി പഴുതുകളുണ്ട്. അതല്ല ഇവന് ഈ ഒരു ഡ്രഗിന് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദികൾ നമ്മളൊക്കെ തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർക്കാർ ശരിക്കും പറഞ്ഞാൽ ദിവസം ചെല്ലുന്നവരുണ്ടല്ലോ ഈ ഒരു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നൊരു തടയിടാനായിട്ട് നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും സാധിക്കുന്നില്ല. ഇപ്പോൾ MDMA ഈ പറയുന്ന ലഹരി വസ്തു ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഏറ്റവും കൂടുതൽ MDMA കേരളത്തിൽ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഇതിനൊന്നും തടയിടാനായിട്ട് നമ്മുടെ ഓഫീസർമാർക്കോ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. അതേപോലെ ഈ ലഹരി കടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ MDMA പോലുള്ള മാരകമായിട്ടുള്ള ഈ ലഹരി വസ്തുക്കളൊക്കെ കടത്തുകയോ കൈവശം വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക, ശിക്ഷയൊക്കെ അത്തരത്തിലുള്ള ശിക്ഷകളേ ഉള്ളൂ, ജാമ്യമില്ലാ വകുപ്പൊക്കെ തന്നെ. പക്ഷേ ആൾക്കാർക്ക് പേടിയില്ല, ഈ ഒരു നിയമത്തോടൊന്നും ആളുകൾക്ക് പേടിയില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഈ ഒരു വ്യക്തി, ഈ വെള്ളറടയിൽ അച്ഛനെ കൊന്ന ഈ ഒരു മകൻ എഡ്യൂക്കേറ്റഡ് പേഴ്സണാണ്. അവൻ ചൈനയിൽ പോയിട്ട് MBBS പഠനം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിലാണ് അവൻ ആ ഒരു പഠനം നിർത്തി വെച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്നത്. അവൻ പഠിക്കാതെയോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ആളൊന്നുമല്ല. ഒന്നില്ലെങ്കിൽ അവൻ്റെ മാനസിക നില തെറ്റിന് ശേഷം ചെയ്തതായിരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട് ചെയ്തതായിരിക്കാം. എന്തായാലും നമ്മുടെ നിയമങ്ങൾ കുറച്ച് മാറേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വാർത്തയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. വീട്ടിൽ സ്വാതന്ത്ര്യമില്ലെന്ന പേരിൽ തിരുവനന്തപുരം വെള്ളറടയിൽ അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. കുറ്റമേറ്റു പറഞ്ഞ യുവാവ് വെള്ളറട പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് കീഴടങ്ങുകയായിരുന്നു. അതാണ് മനസ്സിലാവാത്തത്. ഇവന് സ്വാതന്ത്ര്യമില്ല എന്ന പേരിലാണ് ആ പാവ അച്ഛനെ വെട്ടിക്കൊന്നത്. എന്നിട്ട് അവൻ പോയി പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരായിരിക്കുന്നത്. ഇനിയിപ്പോൾ അവന് സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും, ജയിലിൽ പോയി കിടന്നാൽ സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും. എന്താണ് അവന് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അത് ഞാൻ പറഞ്ഞു, അവന് മാനസികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ച് കഞ്ചനടിച്ച് പോയതാണോ എന്നുള്ളതും അറിയത്തില്ല. കിളിയൂർ സ്വദേശിയായ ജോസിനെ രാത്രി 9:30യോടെയാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൻ പ്രജിൻ വീടിനുള്ളിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. ജോസിന്റെ കഴുത്തിലും നെഞ്ചിലും വെട്ടേറ്റു. ഈ സമയത്ത് ജോസിന്റെ ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു. ചൈനയിൽ MBBSന് പഠിക്കുകയായിരുന്ന പ്രജിൻ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാതെ മടങ്ങുകയായിരുന്നു. പ്രതി ലഹരി മരുന്നിന് അടിമയാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പ്രതി സ്വന്തം അച്ഛൻ്റെ നെഞ്ചിലും കഴുത്തിലൊക്കെ കയറി വെട്ടുക. എങ്ങനെ തോന്നുന്നു? സത്യം പറഞ്ഞത് ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴല്ലോ തല കറങ്ങാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്നാലും. ഇതിപ്പോൾ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചില മാന്യന്മാർ ഇതേപോലെ അച്ഛനെയും അമ്മയൊക്കെ കയറി വെട്ടുന്നുണ്ട്. അത് നമ്മൾ വാർത്തകളിലൂടെ കാണുന്നുണ്ട്. ഇത് എന്തായാലും ഒറ്റപ്പെട്ടൊരു സംഭവമല്ല. പക്ഷേ നമ്മുടെ നിയമം മാറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലുള്ള കൊലപാതകങ്ങളും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളും ഇനിയും വളർന്നുകൊണ്ടിരിക്കും. എന്തായാലും അതിനൊക്കെ ഒരു തടയിടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിയമ ഭേദഗതി കൊണ്ടുവരണം, നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരണം, ശിക്ഷകൾ കടുപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.